ഇന്നൊരു സ്പെഷ്യൽ തോരനാണ്. അല്പം പുളിരസമൊക്കെയുള്ള പച്ചത്തക്കാളി തോരൻ. തക്കാളി ആയതുകൊണ്ട് തന്നെ ഇതൊരു വെറൈറ്റി തോരനാണ്. പക്ഷെ തോരൻ വെക്കുമ്പോൾ അത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള പച്ചത്തക്കാളി ആയിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നത് പച്ചത്തക്കാളി തോരൻ. എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ മറക്കാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം, വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്. വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. അപ്പോൾ ഇത് നല്ല പച്ച തക്കാളിക്കാണ് ഞാൻ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്തിട്ടതാണ്. അപ്പോൾ അത് സ്ട്രെയിനറിനകത്തുനിന്ന് ഇങ്ങനെ അങ്ങ് പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ തക്കാളി നല്ല വൃത്തിയായിട്ട് നമുക്ക് റെഡിയാണ്. ഇതൊന്ന് അരിഞ്ഞെടുക്കണം ആദ്യം. അരിയുമ്പോൾ നമ്മളിത് ഒരുപാട് ചെറുതായിട്ട് കട്ടി കുറച്ച് അരിയാൻ പാടില്ല. കാര്യം കുഴഞ്ഞു പോകും. കണ്ടോ, ഇങ്ങനെ പച്ച തക്കാളി ആയിരിക്കണം. ഇനിയും അതിന് ശേഷം ഇങ്ങനെ ഇത്രയും കട്ടിയിലാണ് ഞാൻ അരിയുന്നത്. അപ്പോൾ അത് കുഴയാതിരിക്കും. തക്കാളിക്ക് എല്ലാം അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് തേങ്ങ, ഇതിനകത്ത് അല്പം പോലും വെള്ളം ചേർക്കാതെ വേണം അരപ്പരയ്ക്കാൻ. കാരണം തക്കാളിക്കകത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾ, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇതൊന്ന് ചതച്ചെടുക്കണം വെള്ളം തൊടാതെ. അപ്പോൾ അരപ്പ് റെഡിയാണ്. നമുക്കിനി ഇത് തുറമിക്കാം. തീ കത്തിച്ചതിന് ശേഷം നമുക്ക് ബേസ് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കാം. പാത്രം ചൂടാകുന്ന ഉടനെ വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്ന ഉടനെ കടുകിടാം. പൊട്ടുന്ന ഉടനെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്. ഇത് വഴറ്റണം. തക്കാളിക്ക് ആയതുകൊണ്ട് അതിനകത്ത് വെള്ളം ഒരുപാടുള്ളത് കൊണ്ടും നമ്മൾ ഇതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചിട്ട് വേണം തക്കാളി ഇടാൻ. ഉള്ളി വാടി വരുമ്പം ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളിയിൽ ഉപ്പും എരിയും പിടിച്ചോളും. മുളക് നമ്മൾ ആദ്യം ഇട്ടല്ലോ. ഉള്ളി ഒരുവിധം വഴന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക ഇടാം. ഇനി നന്നായിട്ട് വഴറ്റുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ. വീട്ടിൽ തന്നെ തക്കാളി ഉണ്ടെങ്കിൽ അത് പഴുക്കുന്നതിന് മുമ്പ് തോരൻ വയ്ക്കുന്നതാണ് പഴുത്ത് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലത്. സ്വയംഭനാണ് ഇതിന് ഏറ്റവും ഒടുവിൽ നമ്മളൊരു പൊടിക്കൈ ചെയ്യും. അതാണ് ഇതിനെ വേറൊരു ലെവലിലേക്ക് ഈ തോരനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് വഴിയെ ഞാൻ പറഞ്ഞു തരാം. വായു അല്പം പോകുന്നത് പോലെ ഒരു ഗ്യാപ്പ് ഇട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. വായു പോകാതെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്ത് കുഴഞ്ഞു പോകും. വെള്ളം പറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വെള്ളം പറ്റി വരുന്നുണ്ടെങ്കിൽ നമുക്കിനി അരപ്പ് ചേർക്കാം. അപ്പം ഓൾമോസ്റ്റ് അത് വെന്തിട്ടുണ്ട്. ഇനി ബാക്കി അരപ്പും കൂടെ ചേർത്ത്, അരപ്പും വേകണമല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. വെള്ളം ശേഷം പോലും ചേർക്കരുത്, കുഴഞ്ഞു പോവും. ചെറിയ തീയിൽ വെച്ച്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി തോർത്തിയെടുത്താൽ മതി. ഈ ഒരു തോരൻ മാത്രം മതി. ചൂട് ചോറുണ്ണാൻ ഇത് മാത്രം മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ളതുമായ തോരനാണ്. കാര്യം തക്കാളിക്ക് പുളിയുള്ളത് കൊണ്ട്. വെള്ളം പറ്റുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം നമുക്കറിയാം. അത് കേൾക്കുന്നുണ്ട്. വെള്ളം പറ്റിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് കുറവാണ് എങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് ഇളക്കണം. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേന് നമ്മുടെ തക്കാളി തോരൻ റെഡിയാവും. അപ്പം ഞാൻ ഇതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പില ഇടുക. ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് മതി, 1-2 ടീസ്പൂൺ മതി. എന്നിട്ട് തീ ഇത് ഓഫ് ചെയ്തു അടച്ച് വെച്ചേക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ പച്ചത്തക്കാളിക്ക തോരൻ റെഡിയാണ്. ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. 5 മിനിറ്റ് കഴിഞ്ഞു. ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാണ്. ഇനി ഇത് അടച്ച് വെക്കണ്ട. കാരണം എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോട്ടെ. ആവിയായിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡ്രൈ ആയിട്ടിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചത്തക്കാളി തോരൻ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്കിഷ്ടമുള്ള മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.